ഇസാ ഇന്ന് നമ്മള് പാർക്കിൽ പോയിട്ട് നോമ്പറക്കുക. ഏത് പാർക്കില്? ഏതെങ്കിലും പാർക്കിൽ പോവാം. സെറ്റ് ആക്കണ്ടേ? പാർക്കില് അല്ല നമുക്ക് ഷാത്തിക്കുറം ബീച്ചിലല്ലേ? സത്യഗുരു ബീച്ചിൽ പോയിട്ട് നമുക്ക് നോമ്പറന്നാലോ? സത്യഗുരു ബീച്ച് പോയിട്ട് നമുക്ക് സെറ്റ് ആക്കണ്ടേ? ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യണം. നമ്മള് അമ്മ കറി വെത്തേ അമ്മ കറി വെത്തേ നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് എല്ലാരും ഉണ്ട്. കറി വെത്തേ കൂടുതൽ പട്ടിക്കുന്നത് അപ്പൊ മിൽക്ക് വാട്ടർ നമുക്കുണ്ടാവും. വാട്ടർ നമുക്കുണ്ടാവാന മോനെ മറ്റേ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ സമൂസ സമൂസ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ എവിടെ ഏത് സൈഡ് ചെയ്ത നിക്കാൻ സ്പേസ് ഇല്ലേ? വേണ്ടടാ. വണ്ടിയിൽ വേണമെങ്കിൽ എന്തെങ്കിലും സൈക്കിൾ എന്തെങ്കിലും എടുത്ത് വെച്ചോണ്ടി. നോമ്പ് തുറന്നിട്ട് അവിടെ നിന്ന് ഓടിക്കുക. ഓക്കെ, സ്കൂട്ടർ എടുത്ത് വെച്ചോണ്ടി. ഫ്രിഡ്ജിൽ നിന്ന് ഓറഞ്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ടോ. ഓക്കെ, താങ്ക് യു. അംദാനി ഫാത്തിമ ഒക്കെ ഉണ്ട് കേട്ടോ. കാറിലോ? ഒരു കാറുണ്ടല്ലോ. ഓർക്ക് വലിയ കാറുണ്ട്. ചോദിച്ചു നോക്കി. ഗെയിം നമുക്ക് വന്നിട്ട് കളിക്കണം. എന്നിട്ടോ വെയിറ്റ് കൂടുതലാടാ. എന്റെ കുട്ടിക്ക് ആവൂല. എന്റെ മോന് എന്നെ ഹെൽപ്പ് ചെയ്യാ. ഗുഡ് ബോയ് ആണ് അല്ലേ? നമ്മള് പോവല്ലേ? എന്റെ ഉമ്മച്ചിക്ക് ഒന്നും പിടിക്കാനാവൂല, ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പത്തോറും നമ്മൾ ഷാത്തിക്കുറം ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. ചേച്ചത്തെ ഫാമിലിക്ക് നമ്മൾ നോമ്പ് തുറ കൊടുത്തിട്ടില്ല. അപ്പോൾ പാർക്കിൽ പോയിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നോമ്പ് തുറന്നിട്ട് ഒരു ബഫറ്റ് പോയി കഴിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഈസോ എന്നെ കൊണ്ട് വെയിറ്റിലൊന്നും എടുപ്പിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഇത് ഞാൻ പിടിച്ചോളാം, ഞാൻ വണ്ടീമേ വെച്ച് താഴെ കൊണ്ടേക്കോളാം, അമ്മച്ച് വെയിറ്റിൽ അത് കിട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വെയിറ്റിലൊക്കെ വാങ്ങിയിട്ട് ആശാൻ്റെ വണ്ടിമൊക്കെ നോക്കി. വേറെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് വീണ് പോകുന്ന പിടിച്ചിട്ട് കൊടുത്തില്ല. ഇങ്ങനെ ആശ ഭയങ്കര കെയറിങ് കേട്ടോ. ഇവിടെ ആസ് യൂഷ്വൽ ബോയ്സ് പിന്നെ വണ്ടി അല്ലാണ്ട് വേറെ ഒന്നും നോക്കൂല. അതുപോലെ തന്നെ എൻ്റെ മോനും ഏത് വണ്ടി കണ്ടാലും ലംബോർഗിനിയും BMW അതൊക്കെ മതി, വലിയ വലുത് മതി, ചെറുതിലേക്കൊന്നും നോക്കൂല. ഞാൻ പറയും നോക്കി വെച്ചോ, വലുതായിട്ട് വാങ്ങിക്കൊണ്ടിന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ട് പോയിട്ട് വേഗം പോയി സ്ഥലം പിടിച്ചു പോകുന്നു. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായി, കുറച്ച് സ്നാക്സും ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടേക്ക് ഇറങ്ങിയാലും ലേറ്റ് ആവണമല്ലോ. എത്ര നേരം ഉണ്ടെങ്കിലും ലേറ്റായിട്ട് ഇറങ്ങിയില്ലെങ്കിലും സുഖം ഉണ്ടാവില്ല. പിന്നെ ഒരു ഓൾറെഡി സ്ഥലം പോയി പിടിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. പോവുക, സംഭവം സെറ്റാക്കുക, നോമ്പറക്കുക, അത്രയേ ഉള്ളൂ. ഈസു പിന്നെ അവനക്ക് വേണ്ട സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ പോകുന്നുണ്ട്. അവനക്ക് അത് മതി. എന്തായാലും ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവർ സ്കൂട്ടറൊക്കെ ഓടിച്ച് ഒന്ന് ചില്ലാവട്ടെ എന്ന് എഴുതിയിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതുകൊണ്ട് ഫ്രൂട്ട്സ് പിന്നെ ഞങ്ങൾ കട്ട് ചെയ്തതായിരുന്നു. ജ്യൂസും സ്നാക്സൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. പിന്നെ മെനക്കെടാൻ വയ്യല്ലോ, ഇങ്ങോട്ട് വരണമല്ലോ. അപ്പം ഞാൻ എന്തായാലും എന്നും ഉണ്ടാക്കാൻ നിന്നില്ല, എനിക്ക് വയ്യ. ഒരു ദിവസം ഞാൻ എന്തായാലും നോമ്പൊക്കെ തുറപ്പിച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി കുറേ മെനക്കെട്ടത്. ഇനിയും അതുപോലെ തന്നെ ഒരു ദിവസം ഹൃദയം മെനക്കെടാൻ വയ്യ. അപ്പോൾ പിന്നെ സമാധാനത്തിൽ എല്ലാം വാങ്ങിയിട്ട് വന്ന് നോമ്പ് തുറക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കിയില്ല, എല്ലാം കട്ട് ചെയ്ത്
അതിൽ നമുക്ക് സമാധാനമാണ് വരുന്നത്. ഞാൻ ഉണ്ടാക്കാൻ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ റെഡി ആയി ഇവിടെ പാർക്കിലൊക്കെ എത്തി നോമ്പ് തുറക്കൊന്നും പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അത് ഏറ്റെടുത്തിട്ടില്ല. അത് തന്നെ അത് വിചാരിച്ചില്ല. എന്തായാലും നമ്മൾ പോവില്ലേ, സംഭവം വാങ്ങുക, സെറ്റാക്കുക, നോമ്പ് തുറക്കുക, അത്ര തന്നെയാണ്. പിന്നെ ഫുഡ് നമ്മൾ എന്തായാലും ഫുഡ് ബുക്കിൽ പോയിട്ട് ബഫറ്റ് കഴിക്കാമെന്നായിരുന്നു തീരുമാനം. സോ എന്തായാലും നോമ്പ് തുറക്കണ മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓരോ ഓൾറെഡി സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനി പോയി സെറ്റാക്കണം. നല്ല വൈബായിരുന്നു, നല്ല സൺസെറ്റിൻ്റെ സമയമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നും ഇവിടേക്ക് വന്നാലോ ഞാൻ ആലോചിച്ച്. കാരണം ഭയങ്കര പീസ്ഫുള്ള്, ഭയങ്കര കാമ്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, കുറേ നമ്മളപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെന്തായാലും പായൊക്കെ കൊണ്ടുണ്ടായിരുന്നു, പക്ഷേ സൂപ്പർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അപ്പുറത്തുള്ള കുറച്ച് ബാച്ചിലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് സൂപ്പറൊക്കെ വാങ്ങി സെറ്റാക്കി എല്ലാം സെർവ് ചെയ്തു. എന്തായാലും കറക്റ്റ് സമയത്തായിരുന്നു. കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നോമ്പ് തുറന്നതുകൊണ്ട് പിന്നെ ടെൻഷനൊന്നുമില്ല. നമ്മൾ നോമ്പൊക്കെ തുറന്ന് അവിടെ തന്നെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് നിസ്കരിച്ചു. പിന്നെ ഹംദാന് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അവനായിരുന്നു ശരിക്കും തന്നെ നമ്മുടെ താരം, അവർ രണ്ടാമത്തെ നോമ്പെടുത്തത്. മാഷാ അല്ലാ. പിന്നെ കുട്ടികളെന്തായാലും കുറേ നേരം അവിടെ കളിച്ചു. നമ്മൾ എന്തായാലും വന്നതല്ലേ, കുറച്ച് കുട്ടികൾ കളിക്കട്ടെന്ന് കരുതി തറാവീൻ്റെ സമയം വരെ നമ്മൾ ഏകദേശം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂക്കിപ്പെണ്ണ് ഫാത്തിമ എവിടെ ക്യാമറ കണ്ടാലും ഒറ്റ ചാട്ടാണ്, ഫ്രെയിം നോക്കിയിട്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഒരൊറ്റ ചാട്ടം അപ്പോൾ ഫ്രെയിമിലേക്ക് വരും. അവൾ ഭയങ്കര എൻ്റർടൈനറാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തറാവി നിസ്കരിക്കാൻ പോകാൻ കരുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ പോകണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തറാവി നിസ്കരിക്കാൻ കഴിയൂല, നമുക്ക് പറ്റൂല, ക്ഷീണമായി പോകും. സോ ഇവർ നേരെ പള്ളിയിലേക്കും ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് നേരെ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്ക് പറ്റൂല. സോ ഇവർ നേരെ പള്ളിയിലേക്കും ഞാൻ നേരെ വീട്ടിലേക്കും പോകുന്നത്. അപ്പോൾ ഇവർ തറാവിയൊക്കെ നിസ്കരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഫുഡ് ബുക്കിലേക്കാണ്. അവിടെ ബഫറ്റ് അടിക്കാൻ പോവുകയാണ്. 2 റിയാലിൽ കിട്ടുന്ന ബഫറ്റ് ഉണ്ട്. സോ നമ്മളതൊക്കെ പോയി കഴിച്ച് റാഹത്തായി. ഇന്നത്തെ നോമ്പ് നല്ല അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട്.